കൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ഭക്തനായ യോബ് തൻ്റെ ജീവിതത്തിൻ്റെ കയ്പിൻ്റെ അനുഭവങ്ങളിലും കഷ്ടതയുടെ നടുവിലും പറയുകയാണ്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണിക്കൂടാത്ത അല്ലെങ്കിൽ എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. അതെ, നമ്മുടെ ദൈവത്തിന് ഒരു പേരുണ്ട്. ഈ ലോകത്തിൽ പല ഗവൺമെൻറ്റുകളുണ്ട്. ഓരോ ഗവൺമെൻറ്റിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം മന്ത്രിമാരുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു മിനിസ്റ്റർ, ഫൈനാൻസിന് ഒരു മിനിസ്റ്റർ, മെഡിക്കലിന് ഒരു മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ എന്ന് വേണ്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും മന്ത്രിമാരുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അത്ഭുതത്തിന് വേണ്ടി ഒരു മന്ത്രിയുണ്ട്. അതാണ് നാം ആരാധിക്കുന്ന കർത്താവായ യേശു. അവൻ്റെ നാമം അത്ഭുത മന്ത്രി. എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങളെയും വർണ്ണിച്ചുകൂടാത്ത വൻ കാര്യങ്ങളെയും ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങളെയും കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. അതിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അത് വിവരിച്ചു കേട്ടാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇപ്രകാരമാണത് പറയപ്പെട്ടിരിക്കുന്നത്: എത്ര വിവരിച്ച് പറഞ്ഞാലും വിശ്വസിക്കുവാൻ കഴിയാത്ത വൻ കാര്യങ്ങളെ ഞാൻ ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, തകർന്നു പോയതിനെ വീണ്ടും പണിയുവാൻ യേശുവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. എല്ലാം അസ്തമിച്ചു എന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. അപ്പൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, സഹോദരൻ്റെ കൂട്ടത്തിൽ സന്തോഷമായി ജീവിച്ചു കൊണ്ടിരുന്ന യാക്കോബ് എന്ന ഭക്തൻ ഒറ്റ രാത്രിക്ക് കാര്യങ്ങളെല്ലാം തലകീട മാറുകയാണ്. ഭവനത്തിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. അപ്പൻ പറയുമെന്ന് വിചാരിച്ചു വീട്ടിൽ നിൽക്കുക എന്ന്, ഇല്ല അമ്മ തന്നോട് പറയുമെന്ന് ചിന്തിച്ചു വീട് വിട്ടു പോകണ്ട എന്ന്. എന്നാൽ അപ്പനും അമ്മയും ഒരുമിച്ചൊരു തീരുമാനം പറയുകയാണ്, നീ വീട് വിട്ടു പോകണം. ആ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ സഹോദരന് ഭയന്ന് യാക്കോബ് ഓടിപ്പോകുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് നനച്ച യാക്കോബിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ദൈവം ഉണ്ടാക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ രാത്രി വരികയാണ്. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായി ജീവിതത്തിൽ ഒരു കല്ലിനെ തലയണയായി വെച്ച് കിടക്കുന്ന രാത്രിയിൽ എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ചിടത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു ആരംഭം കുറിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അതെ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴി തുറക്കും. എസ്തറിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, അതെ, മൊർദെഖായി എന്ന് പറയുന്ന യഹോവയുടെ ഭക്തനായ മനുഷ്യന് വിരോധമായി ഹാമാൻ എന്ന് പറയുന്ന ആ ഹമലേഖിയൻ അതിഭയങ്കരമായ ഗൂഢാലോചന ചെയ്ത് ഹാമാൻ മൊർദെഖായെ മാത്രമല്ല യഹൂദ കുലം മുഴുവനെയും തകർക്കുവാൻ, ഉന്മൂലനാശം ചെയ്യുവാൻ പദ്ധതി ഒരുക്കി. അവൻ ഒരു രാത്രി കൊണ്ട് ആ പദ്ധതിയെ ദൈവം തകർത്ത് അവർക്ക് എതിരായി ഇരുന്ന ചട്ടത്തെ അനുകൂലമായി മാറ്റുവാൻ ഇടയായി. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർന്നു പോയതിനെ വീണ്ടും പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജീവിതത്തോടും പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. താങ്കളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്നത് ഇനി ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ ദൈവം അത്ഭുതം ചെയ്യും. രോഗത്താൽ ഭാരപ്പെടുകയാണോ? തീരെ രോഗത്താൽ കിടക്കയിൽ കിടക്കുകയാണോ? എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. തലമുറകളെക്കുറിച്ച് വിചാരപ്പെടുകയാണോ? മാനസാന്തരപ്പെടാത്ത അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ, പിന്മാറിപ്പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാവാണോ? കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അവൻ കടക്കെണിയിൽ അകപ്പെട്ട് ഇനി ഒരിക്കലും അവൻ എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിൽ കൂടെ പോവുകയാണോ? ഇല്ല, നിങ്ങളുടെ കടത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന്
ദൈവത്തിന് കഴിയും. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. കുടുംബജീവിതത്തിൽ പ്രശ്നമായി, അവൻ ഇനി ഒരിക്കലും യോജിപ്പിക്കുവാൻ കഴിയത്തില്ല, എല്ലാം തകർന്നുപോയി, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയിലാണോ? ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങളെയും പ്രവർത്തിക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. ആമേൻ. ടി വിയിൽ ഇങ്ങനെ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന പലരുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്ചര്യമായ വഴികൾ തുറക്കപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായിട്ടുണ്ട്. ആമേൻ. മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് നിന്ന ഒരു കുടുംബം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. ആമേൻ. ആ പിതാവാണ് വളരെ സങ്കടത്തോട് വിളിച്ചു, പാസ്റ്ററേ, ആമേൻ, എൻ്റെ മകളുടെ ജോലിക്ക് വേണ്ടി ഏതാണ്ട് 35 ലക്ഷം രൂപ ഡൊണേഷനായിട്ട് കൊടുത്തു, എങ്കിലും ഇതുവരെ ആ ജോലി റെഡിയായില്ല. ജോലി ലഭിച്ചു, എന്നാൽ അതിൻ്റെ ജോലിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ടില്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ആമേൻ. 10-13 മാസങ്ങളായി അപ്പോയിൻമെൻ്റ് ലെറ്ററില്ല, ശമ്പളമില്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 35 ലക്ഷം രൂപ എന്താകുമെന്നറിയത്തില്ല. വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ച് ചില ദിവസങ്ങൾക്കകം ആ സഹോദരിക്ക്, ആ പ്രിയ മകൾക്ക് കർത്താവ് ജോലി സ്ഥിരപ്പെടുത്തുവാനും 13 മാസത്തിൻ്റെ ശമ്പളം ലഭിക്കുവാനും കർത്താവ് ഇടയായി. ഇതുപോലെ എണ്ണിയാൽ പറഞ്ഞു തീരാത്ത അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനുണ്ട്. ആമേൻ. 2 ചെവിയും കേൾക്കാത്ത ഒരു ദൈവ പൈതൽ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ആരെന്ന് എനിക്ക് അറിയത്തില്ല എന്ന സ്ഥലം പറഞ്ഞു. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ 2 ചെവിയും കേൾക്കത്തില്ല, എന്നാൽ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ധന്മാരെ ദൈവം കാണുമാറാക്കി, ചെവിടന്മാരെ കേൾക്കുമാറാക്കി എന്ന് പറയുന്ന ഒരു വചനം വായിച്ചപ്പോൾ തന്നെ, ആ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചെവികൾ 2ഉം തുറക്കുവാനിടയായി. അതെ, ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങളും ചെയ്യുവാൻ എൻ്റെ ദൈവത്താൽ കഴിയും. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വാക്യം, ദൈവമേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഇപ്രകാരം ഒരു പ്രത്യാശ ഉണ്ട്? ദൈവമേ, അങ്ങക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതിന് ശേഷമാണ് ഈ വാക്യങ്ങളെല്ലാം നാം പറയുന്നത്. ഇല്ല പ്രിയപ്പെട്ടവരെ, അത്ഭുതം നടന്നിട്ടില്ലെങ്കിലും ജീവിതത്തിൽ നിരാശയിലും വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം പറഞ്ഞു നോക്കിക്കേ, ജീവിതത്തിൽ വലിയൊരു ശക്തി ഉണ്ടാകും. ദൈവമേ, അങ്ങക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആമേൻ. ഒരിക്കൽ ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അദ്ദേഹത്തിൻ്റെ വൃക്കകൾ 2ഉം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണ്, ആമേൻ, കാഴ്ച നഷ്ടപ്പെടുവാനിടയായി. കാലിൻ്റെ നരമ്പുകളിൽ ബാധിപ്പുണ്ടായി, നടക്കുവാൻ കഴിയത്തില്ല. സകലരും കൈവിട്ടു. അദ്ദേഹത്തോടു കൂടെ ഹോസ്പിറ്റലിൽ കിടന്ന പലരും മരിച്ചു പോകുന്ന കാഴ്ചകളാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. വിവരിച്ചാലും വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ കർത്താവ് ആ പ്രിയ മകൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യുവാനും അദ്ദേഹം ജീവിതത്തിലേക്ക് മടക്കി വരുവാനിടയായി. ആമേൻ. പ്രിയപ്പെട്ടവരെ, താങ്കൾ കിടക്കയിൽ കിടക്കുന്ന രോഗിയാണോ? കിഡ്നി തകർന്നു പോയതാണോ? ഇല്ല, ജീവിതത്തിൽ ഏതെങ്കിലും അവയവങ്ങളിൽ ആമേൻ ക്ഷയിച്ചു പോയ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണോ? കടഭാരങ്ങളിൽ കൂടെ കടന്നു പോവുകയാണോ? നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശു ബഥാനിയയിലേക്ക് കടന്നു വരുന്നു. കൂടെ ആ ഭവനത്തിൽ വന്ന് യേശു പാർക്കും. ബഥാനിയയിൽ യേശു സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ 3 പ്രിയപ്പെട്ടവർ, ആമേൻ, മറിയ, മാർത്ത, ആമേൻ, ലാസർ എന്ന് പറയുന്ന 3 പേർ. 3 സഹോദരങ്ങളും നല്ല ഒരു മനസ്സോടുകൂടെ, ഐക്യതയോടുകൂടെ യേശുവിനെ സ്വീകരിക്കുന്നതിൽ, യേശുവിനെ സൽക്കരിക്കുന്നതിൽ, യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നതിൽ ശക്തമായി അവർ മുൻപോട്ട് പോവുകയാണ്. യേശു ആ വീട്ടിൻ്റെ നല്ല സമയത്ത് വന്നിട്ടുണ്ട്, അവരുടെ കഷ്ടകാലങ്ങളിൽ വന്നിട്ടുണ്ട്, അവരുടെ സാധാരണ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഒരു
അറിയിപ്പ് കിട്ടുന്നത് യേശുവെ അങ്ങ് സ്നേഹിക്കുന്ന ലാസർ രോഗബാധിതനായി കിടക്കുന്നു. എന്നാൽ യേശുവിന് അവിടെ കടന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. യേശു 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസത്തിലേക്ക് അവിടെ വരുമ്പോൾ അവൻ മരിച്ചു അടക്കം ചെയ്യപ്പെട്ട് 4 ദിവസങ്ങളായി. ആമേൻ. കർത്താവ് പറയുകയാണ്, മറിയയും മാർത്തയും നോക്കി. ആമേൻ. അവർ യേശുവിനെ നോക്കി ഒന്ന് പറഞ്ഞു, ഗുരു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. ഞങ്ങളുടെ സഹോദരൻ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ല. എന്നാൽ യേശു വന്നത് മരിച്ചവനെ ജീവനോടുകൂടെ എഴുന്നേൽപ്പിക്കുവാൻ. ആമേൻ. വർണ്ണിച്ചുകൂടാത്ത, വിവരിച്ചുകൂടാത്ത, ആരാഞ്ഞുകൂടാത്ത വലിയ അത്ഭുതങ്ങളെയും എണ്ണിക്കൂടാത്ത പ്രവൃത്തികളെയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ പകൽക്കാലം ആർക്കെങ്കിലും വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? താങ്കളുടെ ഭവനത്തിൽ, താങ്കളുടെ ആമേൻ രോഗ അവസ്ഥയിൽ യേശു താങ്കളുടെ നടുവിൽ കടന്നു വന്നിരിക്കുകയാണ്. എനിക്ക് താങ്കളുടെ ഭവനത്തിൽ വരുവാൻ ആമേൻ സാധ്യതയില്ല. എന്നാൽ ഞാൻ ഈ വാക്കുകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിന് താങ്കളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത കാര്യങ്ങളില്ല. അത് ലാസറിൻ്റെ ആമേൻ വീട്ടിലേക്ക് യേശു വരികയും അവിടെ ആമേൻ ഒരു കാര്യം കർത്താവ് പറയുകയും ചെയ്തു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. മാർത്ത പറയുകയാണ്, അവൻ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ജീവനോടുകൂടെ വരും. ഇല്ല, ഏതോ ഒരു കാലത്ത് വരുമല്ല. ഇന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. അതെ, കല്ലെടുത്ത് മാറ്റുവാൻ പറഞ്ഞു. ആമേൻ. കർത്താവ് ശബ്ദം ഉയർത്തി, ലാസറുവേ വെളിയെ വാ എന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ മരിച്ചവൻ വരുവാനിടയായി. ഈ പകൽക്കാലം വർണ്ണിച്ചുകൂടാത്ത, ആരാഞ്ഞുകൂടാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ആമേൻ നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഇന്നും ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങളില്ല. ക്യാൻസർ രോഗത്തെ ഇപ്പോൾ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. നാഡി നരമ്പുകളെ ബന്ധിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്ന് ദൈവത്തിന് വിടുതൽ തരുവാൻ കഴിയും. നാം പ്രാർത്ഥിക്കുന്ന 100 കണക്കിന് വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ആമേൻ, ഇത് ആരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും? ഇത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യണമെങ്കിൽ നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ചാനൽ മാറ്റാതെ ആമേൻ തുടർന്ന് ഈ വചനം കേൾക്കുക. ഈ വചന സന്ദേശം കഴിയുന്നതിന് മുൻപ് താങ്കളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി നൽകിയ പകൽക്കാലമാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നാം എന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാമത് വാക്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാമത് വാക്യം. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്നത് പോലെ അടയാളങ്ങളോ വിടുതലുകളോ സൗഖ്യങ്ങളോ നടക്കുന്നില്ല? കർത്താവായ യേശു നസറേത്തിലേക്ക് വരികയാണ്. നസറേത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് യേശു വളർന്നത്, പാർത്തത്. എന്നാൽ ആ ഗ്രാമനിവാസികൾക്ക് യേശുവിനോട് പുച്ഛമാണെന്ന് തോന്നിയത്. യേശുവിനെ അവർ വിശ്വസിച്ചില്ല. അവരുടെ അവിശ്വാസ മുഖാന്തരം യേശുവിന് അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. എന്നാൽ വചനം പറയുകയാണ്, മനുഷ്യൻ്റെ ആമേൻ അവിശ്വാസം ഹേതുവായിട്ട് ദൈവത്തിന് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാം കാണുന്ന പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആമേൻ. വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നാം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ആമേൻ പലരും പറയുന്നത് പോലെ സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിയുന്നില്ല. അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമുള്ളത് കൊണ്ടാണ്. ഈ പകൽക്കാലം അവിശ്വാസം എന്ന് പറയുന്നത് പാപമാണ്. അവിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനൻ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം എന്നാണ് പറയുന്നത്?
അവിശ്വാസമുള്ള ആ ഹൃദയത്തിന് ഒരു പേര് കൊടുക്കപ്പെട്ടിരിക്കുകയാണ് ദുഷ്ടഹൃദയം. അങ്ങനെയെങ്കിൽ അവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ദുഷ്ടമായ ഹൃദയം, വക്രത നിറഞ്ഞ ഹൃദയം, ശാപവും പാപവും നിറഞ്ഞിരിക്കുന്ന ഹൃദയം, അങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയത്തില്ല. ആ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-8 ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകണം. ശുദ്ധമായ ഒരു ഹൃദയത്തോടുകൂടെ വിശ്വാസമുള്ള ഒരു ഹൃദയത്തെ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 8-5 ഒരു ശതാധിപൻ പ്രകാരമാണ് പറയുന്നത്, കർത്താവേ, എനിക്ക് അധികാരമുണ്ട്, ഒരുവനോട് വരാൻ പറഞ്ഞാൽ വരുന്നു, പോകാൻ പറഞ്ഞാൽ പോകുന്നു, എന്നാൽ എൻ്റെ പുരയ്ക്കകത്ത് കിടക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അതാണ് വിശ്വാസമുള്ള ഒരു ഹൃദയം. ആ വിശ്വാസത്തിൻ്റെ മുൻപിൽ യേശുവിന് അത്ഭുതം ചെയ്യാതിരിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു കാനാനിയ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, അപ്പാ യേശുവേ, എൻ്റെ മകൾ പൈശാചിക ശക്തിയാൽ കൊടിയ വേദനപ്പെടുകയാണ്, കർത്താവ് അവളെ സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, മക്കളുടെ അപ്പക്കഷ്ണങ്ങളെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇടുന്നത് ഉചിതമല്ല. എന്നാൽ ആ മനുഷ്യ പ്രകാരം പറയുകയാണ്, അപ്പാ ആ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ നായ്ക്കുട്ടികൾ തിന്നുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ജീവിതത്തിൽ അടഞ്ഞ വടിക തുറക്കപ്പെടുവാൻ കർത്താവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക സഹോദരി. ഹല്ലേലൂയ. പിതാവേ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഒരു മാതാവ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു. ആ മാതാവ് പറഞ്ഞു, എൻ്റെ മകൻ എന്നെ വിട്ടു പോയിട്ട് 5 വർഷമാകുന്നു, എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല, അവൻ എന്തു ചെയ്യുന്നെന്ന് അറിയത്തില്ല, ഒരു ഫോൺ കോളില്ല, അവനെ കണ്ടിട്ട് 5 വർഷങ്ങളായി യാതൊരു ബന്ധവുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൽ ഒരു ദൂത് കൈമാറി, 3 ദിവസത്തിനകം ദൈവം നിനക്ക് മറുപടി തരും നിന്റെ വിഷയത്തിന്. ആ അമ്മ അതിനെ ഏറ്റെടുത്തിട്ട് പോകുവാനിടയായി. 3-ാമത്തെ ദിവസം ആ സഭയിലെ ദൈവദാസൻ എനിക്ക് ഫോൺ ചെയ്തു, പാസ്റ്ററെ, അങ്ങ് പറഞ്ഞതുപോലെ ആ മകൻ എവിടെ ഇരിക്കുന്നു എന്ന് 3-ാമത്തെ ദിവസം അറിയുവാനിടയായി. ഫോൺ ചെയ്ത് സംസാരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നാം കാണും. ഈ പകൽക്കാലം വിശ്വസിക്കുക. ഒരു ദൈവദാസൻ എന്നോട് ഇപ്രകാരം ഒരു അനുഭവ സാക്ഷ്യം പറയുവാനിടയായി. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ബോർവെൽ അടിക്കുവാൻ തീരുമാനിച്ചു. ബോർവെൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം നനവ് തുടങ്ങി. ആ ദൈവദാസൻ പറഞ്ഞു, നനവായി വെള്ളം കിട്ടി, ഈ വിശ്വാസത്തോടുകൂടെ എല്ലാവർക്കും പായസം വെച്ച് കൊടുക്കുക. എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, വെള്ളം കണ്ടിട്ടേ ഞാൻ പായസം വയ്ക്കത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ടിട്ട് വിശ്വസിക്കുന്നവരല്ല, കാണാതെ വിശ്വസിക്കുക. പലപ്പോഴും നമ്മുടെ അവിശ്വാസം മുഖാന്തരം ദൈവത്തിന് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. പലരും അങ്ങനെയാണ്, ദൈവം ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യാം. ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള നന്മകളെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയങ്ങളിൽ തോന്നിയിട്ടുമില്ല. ദൈവം അത്ഭുത മന്ത്രിയാണ്. വിശ്വസിക്കുക. ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങളും എൻ്റെ ദൈവം ചെയ്യുന്നു. മീഖായുടെ പ്രവചന പുസ്തകം 7-15 നിങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടത് സമയം നിങ്ങൾ കണ്ടതുപോലെ ഞാൻ നിങ്ങളെ അത്ഭുതങ്ങളെ കാണിക്കും. ഈ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി മാറട്ടെ, അടയാളങ്ങളുടെ ദിവസങ്ങളായി മാറട്ടെ, രോഗസൗഖ്യത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുന്ന ദിവസങ്ങളായി മാറട്ടെ, ജനം പൈശാചിക ശക്തിയിൽ നിന്ന്, ശാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന്, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. മുൻപോട്ട് പോകുവാൻ കഴിയാതെ അടയ്ക്കപ്പെട്ട വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടുമാറാകട്ടെ. പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവം പുതിയ വഴികളെ, വാതിലുകളെ തുറക്കുമാറാകട്ടെ. അതിന് എന്ത് ചെയ്യണം? വിശ്വാസമുള്ളവരായി തീരുക. അവിശ്വാസമുള്ള ആ ദുഷ്ടഹൃദയം നമ്മെ വിട്ട് മാറിപ്പോകുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി യോശുവയുടെ പുസ്തകം 7-1 യോശുവയുടെ പുസ്തകം 7-1 എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തുവിൽ
സംബന്ധിച്ച് ആ ഒരു അകൃത്യം ചെയ്തു. ഒരു അകൃത്യം ചെയ്തു. കർത്താവ് പറയാണ്, യെരിഹോവിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നും തുടരുത്, ഒന്നും എടുക്കരുത്, അതെല്ലാം ശാപഗ്രസ്തമായിരിക്കും. എന്നാൽ അവിടെ ഒരു മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുവാനിടയായി. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യുകയാണ്. യോർദാനെ രണ്ടായി ദൈവം വിഭജിച്ചു. ചെങ്കടലിനെ കടക്കുവാൻ ദൈവം സഹായിച്ചു. മരുഭൂമിയിൽ മന്ന ദാനമായി ദൈവം നൽകി. ആമേൻ. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ദൈവം പുറപ്പെടുവിച്ചു. മാറയെ ദൈവം മധുരമാക്കി തന്നു. കാടപ്പക്ഷികളെ ദൈവം നൽകി. ആമേൻ. അവരുടെ വസ്ത്രങ്ങൾ പഴയതായി പോയില്ല, പാദരക്ഷകൾ തേഞ്ഞു പോയില്ല, ആമേൻ, കാലുകൾക്ക് വീക്കമുണ്ടായില്ല എന്ന് വേണ്ട ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും 40 സംവത്സരങ്ങൾ ചെയ്തു വരികയാണ്. എന്നാൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ശാപഗ്രസ്തമായത് തുടരുത്, ശാപമുള്ളത് നീ എടുക്കരുത്. ഹല്ലേലൂയ. എന്താണ് ശാപം? ഇവിടെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത് നാം തുടരുത്. ദൈവം തനിക്ക് വേണ്ടി മാറ്റിവെച്ചതിനെ നാം തുടരുത്. ആമേൻ. ആദ്യഫലം ദൈവത്തിനുള്ളത്, ദശാംശങ്ങൾ ദൈവത്തിനുള്ളത്, ദൈവത്തിന് വേണ്ടി കൊടുക്കപ്പെടണം. എന്നാൽ ശാപഗ്രസ്തമായതിനെ അവിടെ ഒരു മനുഷ്യൻ എടുക്കുവാനിടയായി. അനുസരണക്കേട് മുഖാന്തരം അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട് പരാജയം? എന്തുകൊണ്ട് പോരാട്ടം? എന്തുകൊണ്ട് നന്മ നടക്കുന്നില്ല? എന്തുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് അടയാളങ്ങളെ കാണുവാൻ കഴിയുന്നില്ല? ജീവിതത്തിൽ അനുസരണമില്ല. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആമേൻ, പത്രോസ് പ്രകാരം യേശുവിനോട് പറയുകയാണ്, നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ വലയിറക്കി, ഒന്നും ലഭിച്ചില്ല. എങ്കിലും അങ്ങയുടെ വാക്കിന്, അതെ, എനിക്ക് അനുഭവമുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ആമേൻ ഈ കടലിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിരിക്കുന്നു, ഒന്നും ലഭിക്കാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ എൻ്റെ സാഹചര്യങ്ങളെ ഞാൻ വകവയ്ക്കത്തില്ല. എൻ്റെ പരിസരത്തുള്ളവരെ അവർ എന്ത് പറയുമെന്ന് ഞാൻ ചിന്തിക്കത്തില്ല. ഒരു പൊട്ടനെ പോലെ അങ്ങയുടെ വചനത്തെ ഞാൻ സ്വീകരിച്ച്, അങ്ങയുടെ വചനം ഞാൻ അനുസരിച്ചുകൊണ്ട് ആഴത്തിലേക്ക് ചെന്ന് എൻ്റെ വല ഇറക്കാമെന്ന് പറഞ്ഞ് വല ഇറക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, 2 വള്ളങ്ങൾ മുങ്ങത്തക്ക നിലയിൽ വല കീഴുമാറായി ദൈവം മത്സ്യങ്ങൾ കൊണ്ട് നിറച്ചു. എങ്ങനെ ഇത് സംഭവിച്ചു? അതാണ് അനുസരണം എന്ന് പറയുന്നത്. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 15:22 പറയപ്പെട്ടിരിക്കുന്നു, അനുസരണം യാഗത്തെക്കാൾ നല്ലത്. ഇന്ന് പലരും യാഗമർപ്പിക്കുന്നു, എന്നാൽ ദൈവവചനം അനുസരിക്കുവാൻ, സ്നാനപ്പെടണമെന്നുള്ള കൽപ്പന സ്വീകരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ, ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞു പോകുകയാണ്. ഇല്ല, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ, ദൈവവചനം അനുസരിക്കുവാൻ തീരുമാനമെടുക്കാമോ? ദൈവവചനം എന്ത് പറയുന്നു, ആമേൻ, നമ്മോട് കൽപ്പിക്കുന്ന കാര്യം എന്ത് തന്നെയാലും ഒരു തീരുമാനമെടുത്ത്, ദൈവമേ, അങ്ങയുടെ വചനം പറയുന്നത് ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ച് നോക്കിക്കേ, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ നടക്കും. അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. 3-ാമതായി യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ നാളെ നിങ്ങളുടെ നടുവിൽ അതിശയങ്ങളെ പ്രവർത്തിക്കും. അതെ, ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ജീവിതം. അവൻ നമ്മെ അശുദ്ധിക്ക് വേണ്ടിയല്ല, ദൈവം വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു? അവൻ നമ്മെ വിളിച്ചവൻ വിശുദ്ധനാണ്. ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂഗോളത്തിൽ വിശുദ്ധൻ എന്ന് പറയുവാൻ യോഗ്യനായ ഒറ്റ ദൈവമേ ഉള്ളൂ. ആമേൻ. ഹി ഈസ് ഹോളി, 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 ഹോളി. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് കേരുബുകളും സാരാബുകളും ദൂതസൈന്യങ്ങളും 24 മൂപ്പന്മാരും ഇടപെടാതെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് മാത്രമാണ് പരിശുദ്ധൻ. ആ പരിശുദ്ധനായ ദൈവം തങ്ങളുടെ മക്കൾ പരിശുദ്ധമായി ജീവിക്കണമെന്നും വിശുദ്ധ ജീവിതം ചെയ്യണമെന്നും കർത്താവ് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ കുറവുകളുണ്ട്, ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, ഹൃദയത്തിൻ്റെ അകത്ത് വൈരാഗ്യം, കോപം, കയ്പ്, പിണക്കം ഇതെല്ലാം വച്ചേക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം ജീവിതത്തിൽ മറഞ്ഞിരിക്കുമ്പോൾ, ജീവിതത്തിൽ രഹസ്യമായ പാപങ്ങൾ, ജീവിതത്തിൽ ഹല്ലേലൂയ എന്തോ കുറവുകൾ ഇത് അകത്തിരിക്കുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുവാൻ കഴിയാതെ വണ്ണം അത് നമ്മെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം യേശുവിൻ്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണം, യേശുവിൻ്റെ വചനത്താൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ചാൽ, ഈ വചനം നമ്മെ വീണ്ടും
വീണ്ടും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. യേശുവിന്റെ രക്തം. ഒന്ന് ആമേൻ യോഹന്നാന്റെ പുസ്തകം 1-7 നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നവരായിരിക്കും, സത്യം നമ്മൾ ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ എല്ലാ പാപവും നീക്കി ആമേൻ കഴുകി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തം വിലയേറിയ രക്തം. അതെ, അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറഞ്ഞു, അടിഞ്ഞു പോകുന്ന വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ അല്ല നാം വീണ്ടെടുക്കപ്പെട്ടത്, അടിയാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ യേശുവിന്റെ രക്തത്താൽ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി സ്വന്തം രക്തത്തെ ചൊരിഞ്ഞ യേശു ആമേൻ, ആ രക്തം പാപക്കറകളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ പകൽക്കാലം എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കും അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യും. വർണ്ണിച്ചുകൂടാത്ത, വിവരിച്ചുകൂടാത്ത, എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ നടക്കും. താങ്കളെ ഒരു സാക്ഷിയായി ദൈവം നിർത്തും. താങ്കളുടെ കുടുംബത്തിന്റെ നടുവിൽ താങ്കൾ ഒരു സാക്ഷ്യമായി മാറുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ പകൽക്കാലം ഒരു തീരുമാനമെടുക്കാമോ? 1 വിശ്വസിക്കണം, 2 അനുസരിക്കണം, 3 വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് വരണം, 4 ആഴത്തിലേക്ക് കടന്നു വരിക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 സങ്കീർത്തനം 24 വാക്യം. അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. അതെ, ആഴിയിൽ, ആഴത്തിൽ അത്ഭുതങ്ങൾ, ആഴത്തിൽ അത്ഭുതങ്ങൾ. ആഴത്തിലേക്ക് കടന്നു വരണം, വചനത്തിന്റെ ആഴത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവിന്റെ നദി ആലയത്തിൽ നിന്ന് പുറപ്പെട്ടതെ കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ 47 അധ്യായത്തിലേക്ക് നാം കാണുമ്പോൾ ഓരോ സ്റ്റെപ്പുകളും 1000 മുഴം കടന്നു വരുമ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. നരയാണിയിൽ നിന്ന് മുട്ടോളമായി, മുട്ടോളത്തിൽ നിന്ന് അരയോളമായി, അരയോളത്തിൽ നിന്ന് നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം. ക്രിസ്തീയ ജീവിതം ആമേൻ കരയിൽ നിൽക്കുന്ന ഒരു ജീവിതമല്ല. ആഴമായ അനുഭവങ്ങളിലേക്ക് വരണം, പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് വരണം, വചന ധ്യാനത്തിൻ്റെ ആഴത്തിലേക്ക് വരണം. ദൈവത്തിന് കൊടുക്കുന്നത് ആമേൻ നാം ബലപ്പെട്ട് അധികം കൊടുക്കുന്നവരായി വരണം. നന്മ ചെയ്യുന്നതിൽ, സാക്ഷ്യം പറയുന്നതിൽ, യേശുവിനോട് ജീവിക്കുന്നതിൽ, വിശുദ്ധ ജീവിതം ചെയ്യുന്നതിൽ, ഇതിലെല്ലാം ആഴമായ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വന്നാൽ വിവരിച്ചാൽ ആമേൻ ഹല്ലേലൂയ വിവരിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങളും എണ്ണിക്കൂടാതെ അതിശയങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. 3 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൽ ദൈവം ചെയ്ത വർണ്ണിക്കുവാൻ കഴിയാത്ത 3 അത്ഭുതങ്ങൾ. ഒന്നാമതായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-7 വാക്യം. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? അതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്ന സംഭവം നടന്നു. താങ്കൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എണ്ണിയാൽ തീരാത്ത നന്മകൾ, വിവരിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അതെ, 40 വർഷങ്ങൾക്ക് മുകളായി സുന്ദരമെന്ന ദൈവാലയത്തിന്റെ വാതിൽക്കൽ നിന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പത്രോസും യോഹന്നാനും വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ നരയാണികൾ ഉറച്ചു. അവൻ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവാലയത്തിൽ വന്ന് കർത്താവിനെ ആരാധിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിനു മുൻപായി നമ്മെ സമർപ്പിക്കാം. അവൻ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കാമോ? ഇത് അത്ഭുതത്തിൻ്റെ പകലായി തീരുകയാണ്. കർത്താവ് താങ്കൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിനു മുൻപായി ജനത്തിൻ്റെ മേൽ അത്ഭുതത്തെ, അടയാളത്തെ, വീര്യപ്രവൃത്തികളെ കർത്താവ് ചെയ്യണം. എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ. രോഗികൾ സൗഖ്യമാകട്ടെ. വിശ്വാസത്തിൻ്റെ പടികൾ വയ്ക്കുവാൻ അവിശ്വാസമുള്ള ഹൃദയത്തെ എടുത്ത് മാറ്റി വിശ്വാസത്താൽ നിറയ്ക്കണം. അനുസരണമുള്ള ദൈവവചനത്തെ അനുസരിക്കുന്ന അനുഭവങ്ങളെ തരണമേ. ആമേൻ. വിശുദ്ധ ജീവിതം ചെയ്യുന്ന അനുഭവങ്ങളെ കർത്താവ് തരണമേ. ആഴത്തിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങളെ കർത്താവ് തരണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ആഴ്ചവട്ടത്തിൽ ഓരോ ദിവസങ്ങളും നടക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗിയെ സൗഖ്യമാകട്ടെ. ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പൈശാചി ബന്ധനങ്ങൾ ജനം വിടുവിക്കപ്പെടട്ടെ. ആമേൻ. ആശ്ചര്യപ്പെടുമാറ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. മഹത്വം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കും.